വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഇന്നലെ ഉത്തർപ്രദേശിൽ ഒരു ദാരുണമായ ഒരു സംഭവം നടന്നിരുന്നു. മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യാൻ പോലും മടിച്ച ഒരു സംഭവം. ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗറിലെ പിലിയ ഏരിയയിലുള്ള കൊലുവ എന്ന ഗ്രാമത്തിലാണ് ഈ ദാരുണവും അതേപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവം നടന്നിരിക്കുന്നത്. ഈ കൊലുവ ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം 55 വയസ്സുള്ള ഒരു മധ്യവയസ്കനെ ഒരു അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. കമറുസമാൻ എന്നയാളാണ് അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇയാളെ അജ്ഞാത സംഘം വെടിവെച്ച് കൊന്നത് ഒരു പള്ളിയിൽ വെച്ചാണ്. അതും ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടയിൽ. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ കമറുസമാൻ എന്ന ഈ 55-കാരൻ സുബഹി നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലെത്തിയതായിരുന്നു. പള്ളിയിലെത്തിയ കമറുസമാൻ ബാങ്കിന് ശേഷം പള്ളിയിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജ്ഞാത സംഘം ഇയാളെ പിന്നിൽ നിന്നും വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കമറുസമാനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അജ്ഞാത സംഘത്തെ ഇതുവരെ പിടികൂടാൻ ഉത്തർപ്രദേശ് പോലീസിനായിട്ടില്ല. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമെന്നും സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഒരു മധ്യവയസ്കനെ പിന്നിൽ നിന്ന് വെടിവെച്ച ആളെ പോലീസിന് ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അതേസമയം സമൂഹത്തിൽ ആരോടും ഭിന്നിപ്പ് പ്രകടിപ്പിക്കാത്ത, എല്ലാവരോടും മികച്ച രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് കൊല്ലപ്പെട്ട കമറുസമാൻ എന്ന മധ്യവയസ്കൻ. അതിനാൽ തന്നെ കമറുസമാനെ കൊലപ്പെടുത്തിയവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിലെത്തിക്കണമെന്ന ആവശ്യവും വളരെ ശക്തമായി ഉയരുകയാണ്. അതേസമയം UP-യിൽ നേരത്തെയും പള്ളികളിൽ കയറിയുള്ള കൊലപാതകങ്ങൾ നടന്നിരുന്നു. 2017 സമാനമായ മറ്റൊരു സംഭവം UP-യിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2017 ഡിസംബർ 29-നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. UP-യിലെ രാജ് മുന്ദ്ര എന്ന സ്ഥലത്തെ നൂറാനി പള്ളിയിലെ കാര്യസ്ഥനായ മുഹമ്മദ് ഫാറൂഖ് എന്ന 61-കാരനാണ് അന്ന് കൊല്ലപ്പെട്ടത്. അന്ന് പള്ളിയുടെ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന മുഹമ്മദ് ഫാറൂഖ് എന്ന 61-കാരനായ കാര്യസ്ഥനെ ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ തലയിൽ വടിയിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ദ ഹിന്ദു ആ സമയത്ത് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൽ ഇത്തരത്തിൽ പള്ളികളിൽ കയറിയുള്ള കൊലപാതകം വാർത്തയാകുമ്പോൾ സംസ്ഥാനത്തെ മുസ്ലിം പള്ളികളിലെ ജീവനക്കാരും മുസ്ലിം മതവിശ്വാസികളും വളരെ വലിയ ഭീതിയിലാണുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.